ഹേ ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ടു എ ന്യൂ വീഡിയോ. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഈദ് വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. ഇതിന് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഞാൻ ഒരുപാട് നാൾ കൂടെയാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, മലേഷ്യയിൽ വന്നിട്ടുള്ള ലാസ്റ്റത്തെ പെരുന്നാളാണ്. ഇനി ഇവിടേക്കൊരു തിരിച്ചു വരവുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺസൊക്കെ ഞാൻ പിന്നെ പറയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ നിറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഇതിപ്പം കാലത്ത് തന്നെ ഞങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. അവൾക്ക് ഞാൻ ഇന്നലെ തന്നെ മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ കാണിച്ചു തരാണ്. നന്നായിട്ട് ചുവന്നിട്ടൊക്കെ ഉണ്ട്, മാഷാ അല്ലാ. പിന്നെ ഇവിടെ വരുമ്പോഴാണ് പള്ളിയിലൊക്കെ വന്നിട്ട് പെരുന്നാൾ നിസ്കരിക്കുന്നത്. നാട്ടിലാകുമ്പം എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നിസ്കരിക്കലുള്ളത്. പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന സമയത്ത് അത് പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉന്മേഷവും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഇതിപ്പം ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു വരാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലേഷ്യയിൽ വെച്ചിട്ട് 6ാമത്തെ 7ാമത്തെ പെരുന്നാളാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുന്നത്. അപ്പം ഇനിയൊരു പെരുന്നാൾ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം ഒത്തിരി വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു ടേണിംഗ് പോയിൻ്റ് അല്ലേ. അപ്പോൾ ഇതും അങ്ങനെ ആയി തീരട്ടെ. ഇനിയുള്ള ജീവിതവും നമുക്ക് സന്തോഷമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല. അത് സൈഡ് എങ്ങാണ്ട് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടെ മലേഷ്യയിലുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിതാ തിരിച്ച് റൂമിൽ. ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷനാണ്. ഞങ്ങൾ ഇന്നലെ തന്നെ അതിലേക്കുള്ള ഉള്ളിയും അതുപോലെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ നേരെ വന്നത് സൈബർ ജയ പാർക്കിലോട്ടാണ് കേട്ടോ. ഇവിടേക്ക് ഫസ്റ്റ് ടൈമാണ്. ഇവിടെ വന്നപ്പം നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കാഴ്ച കാണാണ്. നിറയെ ഇവിടെ താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിറയെ എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. കേൾക്കുമ്പം ഒരു സിമ്പിൾ കാര്യമായിട്ട് തോന്നാം. പക്ഷേ എത്ര ചെറിയ കാഴ്ചയായാലും എത്ര വലുതായാലും നമ്മൾ എല്ലാം ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് പറയട്ടോ. എനിക്ക് അങ്ങനെയാണ്. എല്ലാം ആദ്യമായിട്ട് കാണുമ്പം അതിൻ്റെ ഒരു ഫീലിംഗ് എന്തായാലും വേറെ തന്നെയാണ്. അങ്ങനെ നല്ല അടിപൊളിയൊരു പാർക്ക് തന്നെയായിരുന്നു. അവിടെ വേറെയും ഒത്തിരി പൂക്കളും അങ്ങനെയൊക്കെ വിരിഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. കാണാൻ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു.
വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് പുത്രജയിലോട്ടാണ്. ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും എല്ലായ്പ്പോഴും വരലുള്ളത് പകലാണ് കേട്ടോ. പക്ഷേ രാത്രി ഇതുപോലെ ഒരു തവണയെങ്കിലും വന്നില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാകുമായിരുന്നു. എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പള്ളിയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, എന്താ പറയുക. നിങ്ങൾ ഈ കാണുന്നത് മലേഷ്യൻ പാർലമെൻറ്റാണ് കേട്ടോ. അവിടെയൊക്കെ അത്രയും ഫ്രീ ആയിട്ടാണ് പബ്ലിക് നടക്കുന്നതും അവർക്കൊക്കെ അത്രയും ഓപ്പൺ ആയിട്ടാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടത് ഇവിടുത്തെ അത്രയും വലിയൊരു മോസ്കാണ്. പിന്നെ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെരുന്നാളായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അത്രയും അടിപൊളിയായിട്ടാണ്. അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അത്രയും ഇവിടെ വന്നപ്പോൾ മക്കൾ ബബിൾസൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അവർ ഒരുപാട് നേരം കളിച്ചു. കൂട്ടത്തിൽ ഞങ്ങളും കൂട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കെപ്പോഴും പകൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ രാത്രിയുള്ള യാത്രകളും രാത്രി പോയിട്ടുള്ള ഫുഡ് കഴിക്കലൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് മിസ് ചെയ്യും. നമ്മൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നാട്ടിൽ ഇതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറ്റുന്നവരുണ്ട്, എന്നാലും നമുക്കൊക്കെ ഇങ്ങനെയുള്ള രാത്രി യാത്രകളൊക്കെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് സത്യത്തിൽ ഒരു മെമ്മറി കൂടെയാണ്. ഞാൻ ആദ്യം ഒരു ഷോർട്സ് ഇടാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എനിക്ക് തോന്നി ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ. കാരണം ഇനി ഒരിക്കലും എന്താ പറയുക, തിരിച്ചു കിട്ടാത്ത കുറേ മെമ്മറീസ് ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പം അതൊക്കെ നമുക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഓർത്തെടുക്കുന്ന സമയത്ത് ഇതൊക്കെ കാണാമല്ലോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, എല്ലാവർക്കും ഈ ഒരു പെരുന്നാളും ഇനിയുള്ള എല്ലാ പെരുന്നാളുകളും സന്തോഷം നിറഞ്ഞതാവട്ടെ. വിഷ് യു വെരി ഹാപ്പി ഈദ് മുബാറക്.